ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വർഷം അതായത് 2024 മെയ് മാസം 1-ാം തീയതി, കൊല്ലവർഷം 1199 ആണ്ട് മേടമാസം 18-ാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്ന സമയമാണ്. ഈ സമയം മുതൽ ഒരു വർഷക്കാലത്തേക്ക് വിശാഖത്തിൻ്റെ അവസാന കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് എന്താണ് ഈ ഒരു വർഷത്തെ ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വർഷം തന്നെ അതാത് മാസങ്ങളിലെ നക്ഷത്രഫലവും കൂറുകളുടെ ഫലവുമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ്. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അവരുടെ 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴം ഗോചരം ചെയ്യുന്നത്. 7-ാം ഭാവത്തിലേക്ക് വ്യാഴഗ്രഹം ഗോചരം ചെയ്യുന്ന ഈ സമയത്ത് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷക്കാലമാണ്. ഏതൊരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും വളരെ ബുദ്ധി സാമർഥ്യം ഉണ്ടാകുകയും വളരെ ബുദ്ധി സാമർഥ്യത്തോടുകൂടി ഏതൊരു കാര്യവും ചെയ്യുകയും, അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ തന്നെയും പഠനത്തിൽ വളരെയധികം ബുദ്ധി ഉണ്ടാകുകയും വിദ്യാവിജയം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വാക് സാമർഥ്യം ഉണ്ടാകുകയും വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യം ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ കാര്യസിദ്ധി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു സമയവും, പ്രത്യേകിച്ച് ലോണുകൾക്കോ മറ്റോ അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്കും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ കാര്യസാധ്യം ഉണ്ടാകുന്നൊരു സമയമാണ്. സ്വർണം, ഭൂമി, ധനം ഇവയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് തന്നെ വളരെ ഉയർച്ചയിലെത്തുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലും ഒരു ദ്രവ്യലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. ലോട്ടറിയും മറ്റും എടുക്കുന്ന വ്യക്തികൾക്കൊക്കെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ് പരമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും ബിസിനസ് പരമായിട്ട് വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവും, വാക്ചാതുര്യം കൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. കളത്ര സുഖം ഉണ്ടാകുകയും കുടുംബ ഐക്യപരമായിട്ട് തന്നെ വളരെ ഗുണങ്ങൾ ഉണ്ടാകുകയും കുടുംബത്ത് വളരെയധികം സന്തോഷം ഉണ്ടാകുകയും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. എന്നിരുന്നാലും ഇത് സാധാരണയായിട്ടുള്ള ഒരു പൊതുഫലം മാത്രമാണ്. വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് പരമായിട്ട് ജാതകവശാൽ ഏതാണ് ദശാകാലം എന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ജാതകത്തിൽ നല്ല ദശാകാലവും അനുകൂല സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും, എന്നാൽ ദശാകാലം മോശമായ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെ ഗുണങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ. ഈ വർഷം ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ജാതക പരിശോധനയും കൂടെ നടത്തിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ദോഷവശമാണെന്നുണ്ടെങ്കിൽ തന്നെയും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ ചെറിയ തോതിലൊക്കെ ഉള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാവുന്നതാണ്. ജാതകവശാൽ വളരെ ഗുണങ്ങളൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ജാതകവശാലുള്ള ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഗുണങ്ങൾ, വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ
ലഭിക്കുന്നതാണ്. വ്യാഴമാറ്റം കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം ഈശ്വരാനുകൂല്യം ഉണ്ടാകട്ടെ എന്നും സർവകാര്യസിദ്ധി ഉണ്ടാകട്ടെ എന്നും എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.